അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. രാത്രി ഭക്ഷണം മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ കഴിക്കണം. നോമ്പില്ലെങ്കിൽ മഗ്രിബിൻ്റെ തൊട്ട് മുമ്പ് കഴിക്കുക. ഇതാണ് ഹബീബിൻ്റെ സുന്നത്ത്. തങ്ങളുടെ ചര്യ അതാണ്. സാന്ദർഭികമായിട്ട് പറയാം, 10 മണിക്കൊരു നാസ്ത, 10 മണിക്കൊരു ഫുഡ്, ആ പരിപാടി ഒന്ന് ശരീരത്തിന് കേടാണ്. നമ്മുടെ വയറ് വിശ്രമിച്ചെങ്കിലേ ശരീരത്തിന് വിശ്രമിക്കാൻ പറ്റൂ. വയറിൽ നിറയെ ഭക്ഷണം ഫില്ല് ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ വയറ് വിശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ശരിയായ റെസ്റ്റ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഡയബറ്റിക് ആവും, അതുകൊണ്ട് കൊളസ്ട്രോൾ വരും, അസുഖങ്ങൾ വരും. മിനിമം ഭക്ഷണം കഴിച്ച് നബി തങ്ങൾ പറഞ്ഞു, ലാ തനാമു അലൈഹ, ഭക്ഷണം കഴിച്ച് ഉടനെ പോയി കിടന്നിറങ്ങരുത്. ഇതൊക്കെ ഇന്ന് മെഡിക്കൽ സയൻസ് പറയുമ്പോൾ വാവ് ഭയങ്കര സംഭവമാണ്. നമ്മുടെ ഹദീസിൽ കിടക്കുന്ന വിഷയങ്ങളാണിത്. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ അഷ ഡിന്നർ, അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ നമ്മുടെ നൈറ്റ് പ്രയർ, രാത്രി നിസ്കാരം. മഗ്രിബിൻ്റെയും ഇഷാഇൻ്റെയും ഇടയിൽ ഭക്ഷണം കഴിക്കുക. പിന്നെ നിങ്ങൾ കുറച്ച് സമയം ഇരുന്നോ, ഉറക്കം വരുന്നവരെ വെയിറ്റ് ചെയ്തോ, പക്ഷെ ഖനമുള്ളൊരു ഭക്ഷണം പിന്നെ കഴിക്കരുത്. ഇതാണ് ഹബീബിൻ്റെ ചര്യ. നമ്മുടെ അറബി കോളേജുകളിലും നമ്മുടെ ദർസുകളിലുമൊക്കെ മുതഅല്ലിമീങ്ങൾ അടക്കം അങ്ങനെ ശീലിച്ചു വരണം. രാത്രി ഇഷാവും കഴിഞ്ഞ് പോയി ഭക്ഷണം കഴിക്കുന്നതിന് പകരം നേരത്തെ ഒന്നുകിൽ മഗ്രിബിൻ്റെ തൊട്ട് മുമ്പ്, മഗ്രിബ് കഴിഞ്ഞ ഉടനെ ഇഷാഇൻ്റെ അല്ലെങ്കിൽ ഇഷാ കഴിഞ്ഞ തൊട്ട് ഉടനെ. ഇഷാ മഗ്രിബിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ സമയം. പിന്നെ സൗകര്യക്കുറവുകൾ അതിനനുസരിച്ച് ചെയ്യാം. പക്ഷേ നബിയുടെ ചര്യ ഇഷാ മഗ്രിബിൻ്റെ ഇടയിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.